Hi everyone, welcome to all. Plus 1 കെമിസ്ട്രിയിലെ ഫോക്കസ് ഏരിയയെ അടിസ്ഥാനമാക്കി പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഒന്നാമത്തെ ചാപ്റ്റർ നിലവിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇനി രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയകളായിരുന്നു റുദർഫോർഡ്സ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം, പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ, അതിൽ ഉൾക്കൊള്ളുന്ന പ്ലാങ്ക്സ് ക്വാണ്ടം തിയറിയും ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റും, അതുപോലെ ആറ്റോമിക് സ്പെക്ട്രം, ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ, ദെൻ ബോർ മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം, ഡ്യുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ, ദെൻ ഐസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, ഫില്ലിംഗ് ഓഫ് ഓർബിറ്റൽ ഇൻ ആൻ ആറ്റം, ദെൻ സ്റ്റെബിലിറ്റി ഓഫ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആൻഡ് ആ ഫിൽഡ് സബ്ഷെൽ. ഇത്രയും ഭാഗങ്ങളായിരുന്നു ഫോക്കസ് ഏരിയയിൽ ഉണ്ടായിരുന്നത്. നമുക്ക് ഓരോ ഏരിയയിൽ നിന്നുള്ള ഓരോരോ ചോദ്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. 2015 മാർച്ചിലെ എക്സാമിൽ ചോദിച്ച ഒരു ചോദ്യമായിരുന്നു, ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ്, ഇലക്ട്രോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ എ സ്പീസീസ് ആർ ഈക്വൽ ടു 17, 18 ആൻഡ് 18 റെസ്പെക്റ്റീവ്ലി. വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ ബി ദ പ്രോപ്പർ സിംബൽ ഓഫ് ദിസ് സ്പീസീസ്? Cl 1735, Cl minus 1738, Cl 1736, Cl minus 1736. Then B part, give any two postulates of Rutherford nuclear model of atom. Then third one, write two main drawbacks of Rutherford atomic model. അപ്പോൾ ഒരു സ്പീസീസിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണം തന്നിട്ടുണ്ട്. 17, 18, 18 എന്നിവയാണ്. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും അതിൻ്റെ കറക്റ്റ് സിമ്പിൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. Cl 1735 ആണോ, Cl 1735 ക്ലോറിൻ Cl മൈനസ് ആണോ, അതല്ലെങ്കിൽ Cl 1736 ആണോ, അതല്ലെങ്കിൽ Cl മൈനസ് 1736 ആണോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നമുക്ക് ഉത്തരം പരിശോധിക്കാം. നമുക്കറിയാം, ഒരു ആറ്റത്തിനകത്ത് ആറ്റം ന്യൂട്രലായിട്ട് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള നമ്പർ ഓഫ് പ്രോട്ടോണും നമ്പർ ഓഫ് ഇലക്ട്രോണും ഒക്കെ സെയിം ആയിരിക്കും എന്ന് നമുക്കറിയാം, അല്ലേ? പക്ഷേ നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുള്ളത് 17 പ്രോട്ടോണിന് 18 ഇലക്ട്രോൺ തന്നിട്ടുണ്ട്. അതായത് ഒരു ഇലക്ട്രോണിൻ്റെ എണ്ണം അധികമാണ്. ഒരു ഇലക്ട്രോണിൻ്റെ എണ്ണം അധികമാകുമ്പോൾ അതിൻ്റെ ചാർജ് മൈനസ് ചാർജ് ആയിട്ട് മാറും. പ്രോട്ടോണുകളുടേക്കാൾ കൂടുതൽ ഇലക്ട്രോൺ വരുമ്പോൾ നെഗറ്റീവ് ചാർജ് വരും, അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചാർജ് ഇല്ലാത്ത രണ്ടെണ്ണത്തിനെ ഈ ഓപ്ഷനിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാം. അതായിരിക്കും ആൻസർ വരിക. അപ്പോൾ ഒന്നാമത്തെയും മൂന്നാമത്തെയും ഓപ്ഷനെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. പിന്നെ രണ്ട് സാധ്യതകളാണുള്ളത്. രണ്ടോ അല്ലെങ്കിൽ നാലോ ആണ് ആൻസർ ആവാൻ സാധ്യത ഉള്ളത്, അല്ലേ? അത് ഏതാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ മാസ് നമ്പർ കാണേണ്ടി വരും. മാസ് നമ്പർ കാണാൻ നമ്പർ ഓഫ് ന്യൂട്രോൺ പ്ലസ് നമ്പർ ഓഫ് പ്രോട്ടോൺ ആണ് വരുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെയുള്ള പ്രോട്ടോണുകളുടെ എണ്ണം 17 ആണ്, ന്യൂട്രോണുകളുടെ എണ്ണം 18 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 17 18 കൂട്ടിയാൽ 35 വരുള്ളൂ, 36 വരില്ല. സോ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് സെക്കൻഡ് ഓപ്ഷനാണ്, Cl 1735 മൈനസ്. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഗീവ് എനി ടു പോസ്റ്റുലേറ്റ്സ് ഓഫ് റുദർഫോർഡ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം. റുദർഫോർഡ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റത്തിൻ്റെ ഏതെങ്കിലും രണ്ട് പോസ്റ്റുലേറ്റ് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ 3-4 പോസ്റ്റുലേറ്റുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഏതൊക്കെയാണെന്ന് നോക്കാം. അതിലേതെങ്കിലും ഇഷ്ടമുള്ള രണ്ടെണ്ണം നിങ്ങൾ ആൻസറിൽ എഴുതി വെക്കുക. റുദർഫോർഡ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റത്തിൻ്റെ കേസിൽ ഈ ഒരു ആറ്റത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു പ്ലാനറ്ററി സിസ്റ്റം മോഡലാണെന്ന് നമുക്കറിയാം. അതുപോലെ ഒരു പ്ലാനറ്ററി സിസ്റ്റത്തിലെ സണ്ണിന് സമാനമായ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസും അതുപോലെ ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണുകൾ സോളാർ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ പ്ലാനറ്ററി സിസ്റ്റത്തിൽ പ്ലാനറ്റുകൾക്ക് സമാനമായിട്ടുമാണ് ഉണ്ടാകുക എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സ്ട്രക്ചറിലേക്ക് വന്നിട്ടുള്ളത് ആൽഫ സ്കാറ്ററിങ് എക്സ്പെരിമെൻറ്റിലൂടെയാണെന്നും ആ എക്സ്പെരിമെൻറ്റിൽ എന്തൊക്കെയാണ് ഒബ്സർവേഷന്, എന്തൊക്കെയാണ് കൺക്ലൂഷൻ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ന്യൂക്ലിയർ ആറ്റം മോഡലിൻ്റെ പോസ്റ്റുലേറ്റുകളാണ്: all the positive charge and the most of the mass of an atom are concentrated in an extremely small region called nucleus. ഒരു ആറ്റത്തിൻ്റെ എല്ലാ പോസിറ്റീവ് ചാർജുകളും അതുപോലെ ആറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ മാസുകളും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ആറ്റത്തിൻ്റെ സെൻറ്റർ പാർട്ടിലാണ്. ആ സെൻറ്റർ പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയസ് എന്ന്. ദെൻ സെക്കൻഡ് വൺ, ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൗണ്ട് ദ ന്യൂക്ലിയസ് വിത്ത് എ very high speed in a circular path called orbit. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങുന്ന
പ്രത്യേക പാതയുണ്ട്. ആ പാതയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർബിറ്റുകളെന്ന്. ഈ ഓർബിറ്റിലൂടെ ഇലക്ട്രോണുകൾ വളരെ സ്പീഡിൽ കറങ്ങുന്നുണ്ടാവുമെന്നാണ് പറയുന്നത് അല്ലേ. പിന്നെ തേർഡ് പോസ്റ്റുലേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇലക്ട്രോൺസ് ആൻഡ് ന്യൂക്ലിയസ് ആർ ഹെൽഡ് ടുഗദർ ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഇലക്ട്രോണുകളും ന്യൂക്ലിയസും തമ്മിലുള്ള ആ ബന്ധം അവിടെ നിലനിർത്തുന്നത് അവർക്കിടയിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ മൂലമാണ്. ന്യൂക്ലിയസിനകത്ത് പോസിറ്റീവ് ചാർജ് ഉണ്ടാവും, ഇലക്ട്രോണുകൾക്ക് നെഗറ്റീവ് ചാർജ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ ന്യൂക്ലിയസിനകത്ത് നിന്നുള്ള പോസിറ്റീവ് ചാർജിൻ്റെ അട്രാക്ഷൻ മൂലം ഇതിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണുകൾ അവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ആ പിടിച്ചു നിർത്തിയ ബലമാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ദെൻ ദ മോസ്റ്റ് ഓഫ് ദ സ്പേസസ് ഇൻ ആൻ ആറ്റം ഈസ് എംപ്റ്റി. ഒരു ആറ്റത്തിൻ്റെ ഭൂരിഭാഗം സ്ഥലവും എംപ്റ്റി ആയി കിടക്കുകയാണ്, അതായത് പൊള്ളയായി കിടക്കുകയാണ്. വളരെ കുറഞ്ഞ ഭാഗത്ത് സെൻട്രൽ ഭാഗത്ത് ന്യൂക്ലിയസ് ഉണ്ടാവും, ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ റിവോൾവ് ചെയ്യുന്നുണ്ടാവും, ബാക്കിയുള്ള ഭാഗമൊക്കെ എംപ്റ്റി സ്പേസ് ആയിട്ട് കിടക്കുകയാണെന്നാണ്. പിന്നെ അതിൻ്റെ സി പാർട്ടായിട്ട് നിങ്ങളോട് ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു വാട്ട് ആർ ദ ഡ്രോബാക്സ് ഓർ ലിമിറ്റേഷൻസ് ഓഫ് റുദർഫോർഡ് ആറ്റം മോഡൽ. ഇതിൽ പ്രധാനമായിട്ടും 2 ഡ്രോബാക്സുകളാണ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് വൺ, റുദർഫോർഡ് മോഡൽ കനോട്ട് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ആൻ ആറ്റം. ഒരു ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ റുദർഫോർഡ് ആറ്റം മോഡലിന് സാധിച്ചിട്ടില്ല. കാരണം മാക്സ്വെല്ലിൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി പ്രകാരം ഒരു പോസിറ്റീവ് ചാർജിന് ചുറ്റും കണ്ടിന്യൂസ് ആയിട്ട് നെഗറ്റീവ് ചാർജ് റിവോൾവ് ചെയ്യുകയാണെങ്കിൽ അതിന് എനർജി ലോസ് ചെയ്തിട്ട് അവസാനം ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിൽ വന്നിട്ട് ഡംപ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരാറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റിയെക്കുറിച്ച് പറഞ്ഞു തരാൻ ഈ റുദർഫോർഡിൻ്റെ ആറ്റം മോഡലിന് സാധിച്ചിട്ടില്ല. ദെൻ സെക്കൻഡ് വൺ, ഈ കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ ഇലക്ട്രോണിക് സ്ട്രക്ചർ ഓഫ് ആൻ ആറ്റം. അദ്ദേഹത്തിന് ആറ്റത്തിൻ്റെ ഇലക്ട്രോണിക് സ്ട്രക്ചറിനെ കുറിച്ച് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇനി അടുത്ത ചോദ്യം പരിശോധിക്കാം. 2018 ജൂലൈയിലെ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൽ ചോദിച്ച ഒരു ചോദ്യമായിരുന്നു റൈറ്റ് 2 ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്സ് ഒബ്സർവ്ഡ് ഡ്യൂറിങ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 പ്രധാന നിരീക്ഷണ ഫലങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതേ ചോദ്യം തന്നെ മറ്റൊരു രീതിയിൽ 2015 സേ എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. അതിങ്ങനെയായിരുന്നു ഇൻ ദ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എക്സ്പെരിമെൻറ്റ് certain soft metal are exposed to light of particular frequency. Write any 2 observation of the photoelectric effect experiment. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ പാർട്ടിക്കിൾ നേച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോയിൻ്റായി നമ്മൾ പഠിച്ചതായിരുന്നു ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഒരു മെറ്റലിലേക്ക് ബീം ഓഫ് ലൈറ്റ് വന്ന് പതിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇലക്ട്രോണുകൾ അതിൻ്റെ മെറ്റൽ സർഫസിൽ നിന്ന് എമിറ്റ് ചെയ്ത് പോകുന്ന പ്രോസസ്സ്, അതിനെയാണ് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറയാം അല്ലേ. ഇനി ഈ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട 3 പോയിന്റുകളാണ്, 3 ഒബ്സർവേഷൻസ് ആണ് നമ്മൾ പഠിച്ചിരുന്നത്. ഒന്ന്, ദർ ഈസ് നോ ടൈം ലാഗ് ബിറ്റ്വീൻ ദ സ്ട്രൈക്കിംഗ് ഓഫ് ലൈറ്റ് ഓഫ് ബീം ആൻഡ് ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്രം ദ മെറ്റൽ സർഫസ്. അതായത് മെറ്റൽ സർഫസിലേക്ക് ലൈറ്റ് വന്ന് പതിക്കുന്ന ഉടനെ തന്നെ ഇലക്ട്രോണുകൾ എമിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു ടൈം ലാഗ് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് അല്ലേ. ദെൻ സെക്കൻഡ് വൺ, ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇജക്റ്റഡ് ഈസ് പ്രപ്പോർഷണൽ ടു ദ ഇൻറ്റൻസിറ്റി ഓഫ് ബ്രൈറ്റ്നസ് ഓഫ് ലൈറ്റ്. ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ് കൂടുന്തോറും ഇജക്റ്റ് ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണത്തിൽ മാറ്റം വരും. കൂടുതൽ ഇൻറ്റൻസിറ്റിയുള്ള ലൈറ്റ് പതിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഇലക്ട്രോണുകൾ ഇജക്റ്റ് ചെയ്ത് പോകുമെന്നുള്ളതാണ് പറയുന്നത് അല്ലേ. മൂന്നാമത്തെ പോയിൻ്റായി നമ്മൾ പഠിച്ചിരുന്നത് ഫോർ ഈച്ച് മെറ്റൽ ദർ ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് മിനിമം ഫ്രീക്വൻസി μ0 ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ത്രെഷോൾഡ് ഫ്രീക്വൻസി ബിലോ വിച്ച് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഈസ് നോട്ട് ഒബ്സർവ്ഡ്. at the frequency mu is greater than μ0, then the ejected electron come out with a certain kinetic energy. അതായത് for each metal they should have a minimum frequency. ഇലക്ട്രോണുകൾ മെറ്റൽ സർഫസിൽ നിന്ന് ഇജക്റ്റ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അതിന് മിനിമം ഒരു ഫ്രീക്വൻസി അല്ലെങ്കിൽ ഒരു മിനിമം ഒരു എനർജി ആവശ്യമാണ് അല്ലേ. ആ ഫ്രീക്വൻസിയെ നമ്മൾ പറയുന്ന പേരാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. ത്രെഷോൾഡ് ഫ്രീക്വൻസിയേക്കാൾ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ ഇലക്ട്രോണുകൾ ഇജക്റ്റ് ചെയ്ത് പോവുള്ളൂ. ത്രെഷോൾഡ് ഫ്രീക്വൻസിയേക്കാൾ കുറവാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് അവിടെ സംഭവിക്കുന്നില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ 3 പോയിന്റുകളാണ് ഓർത്തിരിക്കേണ്ടത്. ദർ ഈസ് നോ ടൈം ലാഗ് ബിറ്റ്വീൻ ദ സ്ട്രൈക്കിംഗ് ഓഫ് ലൈറ്റ് ബീം ആൻഡ് ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്രം മെറ്റൽ സർഫസ്. Then the number of electrons ejected is proportional to the intensity or brightness of the light. Then for each metal there is a characteristics minimum frequency μ0 that is also known as threshold frequency.
അടുത്ത ഫോക്കസ് ഏരിയ ആയിട്ടുള്ള ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട് 2017 സേ എക്സാമിൽ ചോദിച്ച ഒരു ചോദ്യമായിരുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ട്രാൻസിഷൻ ഓഫ് ഇലക്ട്രോൺ ഇൻ ദ ഹൈഡ്രജൻ ആറ്റം വിൽ എമിറ്റ് മാക്സിമം എനർജി? ഓപ്ഷൻസ് ആർ ഗിവൺ: N5 to N4, N4 to N3, N3 to N2, സെയിം ഇൻ ഓൾ ട്രാൻസിഷൻ. താഴെ തന്നിരിക്കുന്നതിൽ ഏത് ട്രാൻസിഷനാണ് ഏറ്റവും കൂടുതൽ എനർജി എമിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. N5 നിന്നും N4 പോകുമ്പോഴാണോ, N4 നിന്നും N3 പോകുമ്പോഴാണോ, N3 നിന്നും N2 പോകുമ്പോഴാണോ, അതല്ല എല്ലാ ട്രാൻസിഷനും ഒരുപോലെയാണോ എനർജി എമിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇതൊരു ഒറ്റ മാർക്കിനുള്ള ചോദ്യമായിരുന്നു. ഇതിൻ്റെ ഉത്തരം പരിശോധിക്കാം. ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട് 5 സീരീസുകളായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. ലൈമാൻ സീരീസ്, ബാൾമർ സീരീസ്, പാസ്കൽ സീരീസ്, ബ്രാക്കറ്റ് സീരീസ് ആൻഡ് ഫൺ സീരീസ്. ഈ ഓരോരോ സീരീസിനിടയിലുമുള്ള എനർജി ഗ്യാപ്പുകളും നമുക്ക് ആ ഡയഗ്രത്തിലൂടെ തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. N2 നിന്നും N1 പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ എനർജി ഗ്യാപ്പ് ഉണ്ടാകുക. അത് കഴിഞ്ഞാൽ N3 നിന്നും N2. അതായത് എനർജി ലെവൽ മുകളിലോട്ട് പോകും തോറും ആ എനർജി ഗ്യാപ്പ് കുറഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏറ്റവും ചെറുത് N3 നിന്നും N2 ആയതുകൊണ്ട് ആ ഗ്യാപ്പായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാകുക. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് N3 നിന്നും N2 ഇനി നിങ്ങൾക്ക് ഓപ്ഷനിൽ N2 to N1 തന്നിരുന്നെങ്കിൽ അതായിരിക്കും ആൻസർ ആയിട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ നോക്കിയിട്ട് നിങ്ങൾ ആൻസർ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുക. ഏറ്റവും ചെറിയ നമ്പറുകൾക്കിടയിലുള്ളതിനായിരിക്കും ഏറ്റവും കൂടുതൽ എനർജി ഗ്യാപ്പ് ഉണ്ടാകുക. N1 to N2 to N1 ആയിരിക്കും ഏറ്റവും എനർജി ഗ്യാപ്പ് ഉണ്ടാകുക. ഹൈഡ്രജൻ സ്പെക്ട്രൽ ലൈൻസുമായി ബന്ധപ്പെട്ട് 2018 ജൂലൈയിൽ നടന്ന ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൽ ചോദിച്ച ഒരു ചോദ്യമായിരുന്നു. 4 മാർക്കിന് ചോദിച്ചൊരു ചോദ്യമായിരുന്നു. Explain how the different series of lines are formed in the hydrogen spectrum. Derive an equation to find out the wave number of a line in the hydrogen spectrum. Some hints are given. En is equal to minus RH divided by n square and RH is equal to 2.18 into 10 raised to minus 18. അപ്പോൾ ഹൈഡ്രജൻ സ്പെക്ട്രൽ ലൈൻസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നും ഒരു സ്പെക്ട്രൽ ലൈൻസിൻ്റെ വേവ് നമ്പർ കാണാനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനുമായിരുന്നു ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നത്. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഓക്കെ, ഹൈഡ്രജൻ സ്പെക്ട്രൽ ലൈൻസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ഹൈഡ്രജൻ ആറ്റത്തിലെ ഇലക്ട്രോണുകൾക്ക് എനർജി കിട്ടിക്കഴിഞ്ഞാൽ അത് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകും, ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് പോകും. അവിടെ അത് സ്റ്റേബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ അവ എനർജിയുടെ റേഡിയേഷൻ്റെ രൂപത്തിൽ എനർജി എമിറ്റ് ചെയ്തിട്ട് തിരിച്ച് ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് തന്നെ വരും. അപ്പോൾ അത് എമിറ്റ് ചെയ്യുന്ന എനർജിയുടെ വേവ് ലെങ്ത് അനുസരിച്ച് ഡിഫറെൻറ്റ് സ്പെക്ട്രൽ ലൈൻസ് ആയിട്ട് നമുക്കതിനെ ഒബ്സർവ് ചെയ്യാൻ കഴിയും അല്ലേ. അങ്ങനെ ഹൈഡ്രജൻ 5 സ്പെക്ട്രൽ ലൈൻസ് ആണുള്ളത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ആൻസർ ക്യാൻ ബി റിട്ടൺ ലൈക്ക് ദിസ്: The electron in the hydrogen atom accepts some energy and move to higher energy level. There it is not stable, so it emit energy and move to lower energy level. This energy is shown as lines of different wavelength. അതിന് നമുക്ക് 5 സ്പെക്ട്രൽ ലൈൻസ് ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ കഴിയും. ലൈമാൻ സീരീസ്, ബാൾമർ സീരീസ്, പാസ്കൽ സീരീസ്, ബ്രാക്കറ്റ് സീരീസ് ആൻഡ് ഫൺ സീരീസ്. ദെൻ ഡെറിവേഷൻ ഓഫ് വേവ് നമ്പർ. നമുക്കറിയാം ഒരു ഷെല്ലിനകത്തുള്ള ഇലക്ട്രോണിൻ്റെ എനർജി കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. En is equal to minus RH into 1/n². ഈ എന്നിന് N1 ആവാം, N2 ആവാം, അത് എനർജി ലെവലിനനുസരിച്ച് ഡിഫറൻസ് വരും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു ഇക്വേഷൻ്റെ അതിനകത്തുള്ള എനർജി ഡിഫറൻസ് കാണാനും വേണ്ടിയിട്ട് നമ്മൾ ഡെൽറ്റ ഇ എന്നുള്ള ഇക്വേഷൻ എടുക്കുകയാണ്. ഡെൽറ്റ ഇ is equal to EF minus EI. EF എന്ന് പറഞ്ഞാൽ ഫൈനൽ ഓർബിറ്റലിലുള്ള എനർജി, അതുപോലെ EI എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ എനർജി അല്ലേ, എനർജി ലെവലിലുള്ള എനർജി എത്രയാണോ അതാണ്. ഓക്കെ, അപ്പോൾ നമുക്കതിനെ ഡെൽറ്റ ഇ എന്നുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ ഇ is equal to minus RH divided by NF square minus of RH divided by Ni². നമ്മൾ എന്ത് ചെയ്യുക, ഫൈനൽ സ്റ്റേജിലുള്ള എനർജിയെ ഇനീഷ്യൽ സ്റ്റേജിലുള്ള എനർജി ലെവൽ കൊണ്ട് മൈനസ് ചെയ്യുക അല്ലേ. അപ്പോൾ ഇവിടെ N1ഉം Ni NF എന്നൊക്കെ പറഞ്ഞാൽ ഓരോ ഇനീഷ്യൽ ഓർബിറ്റലിലെയും ഫൈനൽ ഓർബിറ്റലിനെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. സോ ഡെൽറ്റ ഈസ് ഈക്വൽ ടു RH ഇൻറ്റു 1/Ni² മൈനസ് 1/NF². ഇവിടെ
മൈനസ് ആയിട്ടുള്ള രണ്ട് മൈനസ് വരുന്നുണ്ട്, മൈനസും കൂടുമ്പോൾ പോസിറ്റീവ് ആയിട്ട് വരും. അപ്പോൾ പോസിറ്റീവ് ടേമിന് നമ്മൾ ആദ്യം എഴുതിയിട്ട് RH നമ്മൾ ബ്രാക്കറ്റിൽ നിന്നും പുറത്തേക്ക് എടുക്കും. അതുകൊണ്ടാണ് ഡെൽറ്റ ഇ എന്നുള്ള ഇക്വേഷൻ ഈ രീതിയിലേക്ക് മാറിയിട്ടുണ്ടാകുക. ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു RH ഇൻറ്റു 1/ni² മൈനസ് 1/nf². ഇനി ഈ RH വാല്യൂ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 2.18 ഇൻറ്റു 10⁻⁻18 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു 2.18 ഇൻറ്റു 10⁻⁻18 ഇൻറ്റു 1/ni² മൈനസ് 1/nf² എന്നുള്ളത് കിട്ടും അല്ലേ. ഇപ്പം നമ്മൾ എനർജി ഡിഫറൻസ് കാണാനുള്ള ഇക്വേഷനാണ് ചെയ്തിട്ടുള്ളത്. നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് വേവ് നമ്പറാണ്. അപ്പോൾ വേവ് നമ്പറും എനർജിയും തമ്മിലുള്ള ഇക്വേഷൻ റിലേഷൻഷിപ്പ് നമുക്കറിയാം. ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു hc/λ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ h എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണെന്നും c എന്ന് പറഞ്ഞാൽ അതുപോലെ വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണെന്നും അതുപോലെ ലാംഡ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് ആണെന്നും നമുക്കറിയാം അല്ലേ. ഈ വേവ് ലെങ്ത് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് വേവ് നമ്പറാണ്. വേവ് നമ്പർ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. മ്യൂ ബാർ ഈസ് ഈക്വൽ ടു 1/λ. ലാംഡയുടെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേവ് നമ്പർ കിട്ടും. സോ ഇവിടെ ഈ ഇക്വേഷനിലുള്ള 1/λ എന്നുള്ളതിനെ നമുക്ക് വേണമെങ്കിൽ മ്യൂ ബാർ എന്നുള്ള ടേം കൊണ്ട് റീപ്ലേസ് ചെയ്യാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഈസ് ഈക്വൽ ടു hc മ്യൂ ബാർ എന്നുള്ളത് കിട്ടും. ഈ hc മ്യൂ ബാർ എന്നുള്ളതിൽ നിന്നും മ്യൂ ബാർ മാത്രം കാണാനും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിനെ തിരിച്ച് കൊണ്ടുവന്നാൽ മതി. സോ വേവ് നമ്പർ മ്യൂ ബാർ ഈസ് ഈക്വൽ ടു RH ഡിവൈഡഡ് ബൈ hc ഇൻറ്റു 1/ni² മൈനസ് 1/nf² എന്ന് കിട്ടും. സോ ഇതിന് RH-ൻ്റെയും മറ്റ് വാല്യൂ ഒക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ 1.09677 ഇൻറ്റു 10⁻⁷ ഇൻറ്റു 1/ni² മൈനസ് 1/nf² എന്നുള്ള ഇക്വേഷൻ കിട്ടും. ഇതാണ് വേവ് നമ്പർ കാണാനുള്ള ഇക്വേഷൻ. ഇതിൻ്റെ യൂണിറ്റ് വരുന്നത് മീറ്റർ ഇൻവേഴ്സ് ആണ്. വേവ് നമ്പറിൻ്റെ യൂണിറ്റ് മീറ്റർ ഇൻവേഴ്സ് ആണ്. സോ വേവ് നമ്പർ മ്യൂ ബാർ ഈസ് ഈക്വൽ ടു 1.09677 ഇൻറ്റു 10⁻⁷ ഇൻറ്റു 1/ni² മൈനസ് 1/nf² മീറ്റർ ഇൻവേഴ്സ്. ബോർ അറ്റോമിക് മോഡലുമായി ബന്ധപ്പെട്ട് 2018 മാർച്ചിൽ ചോദിച്ച ഒരു ചോദ്യമായിരുന്നു. Give the postulates of Bohr model of hydrogen atom. Also write 2 merit and 2 limitations of this model. അതുപോലെ തന്നെ 2016 സേ എക്സാമിൽ ചോദിച്ച മറ്റൊരു ചോദ്യമായിരുന്നു. Bohr was the first to explain the structure of hydrogen atom and spectrum. A. Give the main postulates of Bohr model of atom. B. Calculate the wavelength of the first line in the Lyman series of hydrogen spectrum. We are given that R is equal to 109677 cm inverse. ഈ രണ്ട് ചോദ്യങ്ങളിലെയും ആദ്യ പാർട്ടിൽ ചോദിക്കുന്നത് ബോർ മോഡൽ ഓഫ് ആറ്റത്തിൻ്റെ പോസ്റ്റ്ലേറ്റുകളാണ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ബോർസ് മോഡൽ ഫോർ ഹൈഡ്രജൻ ആറ്റം ഈസ് ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് പോസ്റ്റ്ലേറ്റ്സ്. ഫസ്റ്റ് വൺ, the electron in nitrogen atom can move around the nucleus in a circular path of fixed radius and energy. These paths are called orbits, stationary states or allowed energy state, and are arranged concentrically around the nucleus. അതായത് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ റിവോൾവ് ചെയ്യുന്നത് ഒരു പ്രത്യേക സർക്കുലാർ പാത്തിലൂടെയാണ്. ആ പാത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർബിറ്റുകൾ അല്ലെങ്കിൽ എനർജി ലെവലുകൾ എന്നുള്ള പേരിൽ നമ്മൾ വിളിക്കുന്നത്. ഓരോരോ ഓർബിറ്റലുകൾക്കും അതിൻ്റേതായിട്ടുള്ള ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു എനർജി ഉണ്ടായിരിക്കുമെന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയുന്നത്. Then the energy of an electron in an orbit does not change with time. However, the electron will move from lower stationary state to higher stationary state when the required amount of energy is absorbed by the electrons, or energy is emitted when the electron move from higher stationary state to lower stationary state. The energy change does not take place in continuous manner. അതായത് ഒരു ഓർബിറ്റിൽ നിലനിൽക്കുന്ന കാലത്തോളം അതിൻ്റെ എനർജി ലെവലിൽ യാതൊരു ചേഞ്ചും ഉണ്ടാവില്ല. എന്നിരുന്നാലും ഇലക്ട്രോണുകൾക്ക് എനർജി കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ ലോവർ എനർജി സ്റ്റേറ്റിൽ നിന്നും ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് അത് ജമ്പ് ചെയ്യാറുണ്ട്. ദെൻ തിരിച്ചു വരുന്ന സമയത്ത്
അത് എനർജിയെ എമിറ്റ് ചെയ്തിട്ട് തിരിച്ച് ഹയർ എനർജി സ്റ്റേറ്റിൽ നിന്നും ലോവർ എനർജി സ്റ്റേറ്റിലേക്കും കൺവേർട്ട് ചെയ്ത് വരാറുണ്ട്. Then third one, the frequency of radiation absorbed or emitted when transition occurs between two stationary states in differ energy by delta E is given by mu is equal to delta E by H, that is equal to E2 minus E1, where E1 and E2 are energies of lower and higher allowed energy state respectively. This expression is known as Bohr's frequency rule. Bohr's frequency rule അനുസരിച്ച് ഫ്രീക്വൻസി മ്യൂ കാണാനുള്ള ഇക്വേഷൻ ആണ് ഡെൽറ്റ ഇ ബൈ എച്ച് എന്നുള്ളത്. അതായത് E2 മൈനസ് E1, രണ്ട് എനർജി ലെവലുകളും തമ്മിലുള്ള എനർജി ഡിഫറൻസിൻ്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെയുള്ള ഫ്രീക്വൻസി നമുക്ക് കാണാൻ കഴിയും. ഫോർത്ത് പോസ്റ്റുലേറ്റ്, the angular momentum of an electron in a given stationary state can be expressed as in equation MEVR is equal to n into h by 2 pi, where n is equal to 1, 2, 3, etc. Thus the electron can move only in those orbits for which its angular momentum is integral multiple of h by 2 pi. That is why only a certain fixed orbit are allowed. അതായത് ഒരു ഇലക്ട്രോണിൻ്റെ ആംഗുലാർ മൊമെൻറ്റം കാണാനുള്ള ഇക്വേഷനാണ് MEVR, ദാറ്റ് ഈസ് MEVR ഇസ് ഈക്വൽ ടു n ഇൻറ്റു എച്ച് ബൈ 2 പൈ എന്ന് പറയുന്നത്. എച്ച് ബൈ 2 പൈ എന്നതിൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിട്ടായിരിക്കും ആംഗുലാർ മൊമെൻറ്റത്തിൽ ചേഞ്ച് ഉണ്ടാവുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ദെൻ ഇതിൻ്റെ മെറിറ്റ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, Bohr's model could explain the stability of an atom. ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റിയെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ ബോർ മോഡലിന് സാധിച്ചിട്ടുണ്ട്. നേരത്തെ റുദർഫോർഡിന് സാധിക്കാത്തത് ബോർ മോഡലിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ദെൻ സെക്കൻഡ് വൺ, ബോർ മോഡൽ helped in calculating the energy of an electron in a particular orbit of a nitrogen. ഒരു നിശ്ചിത ഓർബിറ്റിലുള്ള ഒരു ഇലക്ട്രോണിൻ്റെ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ബോർ ആറ്റോമിക് മോഡൽ നമ്മളെ സഹായിക്കുന്നുണ്ട്. ദെൻ തേർഡ് വൺ, Bohr's model could explain the atomic spectrum of hydrogen. ഹൈഡ്രജൻ്റെ അറ്റോമിക് സ്പെക്ട്രത്തെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ ഈ ബോർ ആറ്റം മോഡലിനെ കൊണ്ട് സാധ്യമാകുന്നുണ്ട്. ഇനി അതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഫെയിൽസ് ടു അക്കൗണ്ട് ഫോർ ദ ഫൈനർ ഡീറ്റെയിൽ ഓഫ് ദ ഹൈഡ്രജൻ ആറ്റം സ്പെക്ട്രം ഒബ്സർവ്ഡ് ബൈ യൂസിങ് സോഫിസ്റ്റിക്കേറ്റഡ് സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്. ദെൻ സെക്കൻഡ് വൺ, this model is unable to explain the spectrum of atoms other than hydrogen. Then third one, Bohr's theory was also unable to explain the splitting of spectral lines in the presence of magnetic field, that is Zeeman effect, or an electric field, that is Stark effect. Fourth one, it could not explain the ability of atoms to form molecules by chemical bonds. പിന്നെ 4 ലിമിറ്റേഷൻ ആണുള്ളത്. ഇതിലേതെങ്കിലും 2 എഴുതി വെക്കുക. ബോർ മോഡൽ ഓഫ് ആറ്റത്തിന് ഹൈഡ്രജൻ സ്പെക്ട്രം ഒഴികെ ബാക്കിയുള്ള ആറ്റങ്ങളെ കുറിച്ചിട്ടൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ സീമാൻ ഇഫക്റ്റിനെ കുറിച്ചോ സ്റ്റാർക്ക് ഇഫക്റ്റിനെ കുറിച്ചിട്ടോ ഒന്നും ഡിസ്ക്രൈബ് ചെയ്യാൻ ഈ ബോർ തിയറിക്ക് സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്ത് മോളിക്യൂളായി മാറുന്ന കെമിക്കൽ ബോണ്ടിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ബോർ ആറ്റം മോഡലിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. then അതിലുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു, കാൽക്കുലേറ്റ് ദ വേവ് ലെങ്ത് ഓഫ് ദ ഫസ്റ്റ് ലൈൻ ഇൻ ദ ലൈമാൻ സീരീസ് ഓഫ് ഹൈഡ്രജൻ സ്പെക്ട്രം. R is equal to 109677 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. ഇവിടെ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. റിഡ്ബർഗ് ഇക്വേഷൻ അനുസരിച്ച് അക്കോർഡിംഗ് ടു ദ റിഡ്ബർഗ് ഇക്വേഷൻ mu bar is equal to 1 by lambda, that is equal to RH into 1 by n1 square minus 1 by n2 square സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. ഇവിടെ RH-ൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. RH-ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതുപോലെ തന്നെ n1 is equal to 1 ആണ് നമുക്കറിയാം, 2 is equal to 2 ആണെന്നുള്ളതും നമുക്കറിയാം. ഫസ്റ്റ് സ്പെക്ട്രൽ ലൈൻസിനെ കുറിച്ചിട്ടാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ n-ൻ്റെ വാല്യൂ n1 1ഉം n2 2ഉം ആവും. അപ്പോൾ അവിടെ നിന്നും നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദറ്റ് ഈസ് ഈക്വൽ ടു 109677 ഇൻറ്റു 1 by 1 square minus 1 by 2 square സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് വരും. അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 109677 ഇൻറ്റു 1 minus 1 by 4 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് വരും.
അതിനെ ഷോർട്ടാക്കി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസറായിട്ട് 8227.75 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് കിട്ടും. ഇത് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ മ്യൂ ബാർ ആണ്, അതായത് 1/λ ആണ്. അതിൽ നിന്നും ലാംഡയുടെ വാല്യൂ കാണാൻ നമ്മൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. സോ ലാംഡ ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 8227.75 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 1.22 ഇൻറ്റു 10⁻⁵ സെൻറ്റിമീറ്റർ എന്നുള്ള ആൻസർ നമുക്ക് ലഭിക്കും. ദെൻ മാർച്ച് 2019 ചോദിച്ച മറ്റൊരു ചോദ്യമായിരുന്നു, മെൻഷൻ 2 ഒബ്സർവേഷൻ വിച്ച് കുഡ് നോട്ട് ബി എക്സ്പ്ലെയിൻഡ് ബൈ ദ വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ്. വൈദ്യുതകാന്തിക തരംഗങ്ങളുടെ തരംഗ സ്വഭാവം ഉപയോഗിച്ച് വിശദീകരിക്കാൻ കഴിയാത്ത 2 നിരീക്ഷണങ്ങൾ എഴുതാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്, അറ്റോമിക് സ്പെക്ട്ര, ഹോട്ട് ബോഡി റേഡിയേഷൻ, ലൈൻ സ്പെക്ട്രം, റിഫ്ലക്ഷൻ, ദെൻ കോമ്പോസിഷൻ ഓഫ് ഇഫക്റ്റ് തുടങ്ങിയിട്ടുള്ള ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഇതിൽ ഇഷ്ടമുള്ള 2 എണ്ണം എഴുതി വെച്ചാൽ അതിനുള്ള ആൻസറായി. ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ട് 2015 സേ എക്സാമിൽ ചോദിച്ച ഒരു ചോദ്യമായിരുന്നു. ദ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ കോൺട്രിബ്യൂട്ടഡ് സിഗ്നിഫിക്കൻ്റ്ലി ഇൻ ദ ഫോർമുലേഷൻ ഓഫ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം. എ. Which one of the following statements is correct about the uncertainty principle? First one, the exact position and exact momentum of an electron in an atom can be determined simultaneously. Then second one, it is a consequence of the dual behavior of matter and radiation. Then third one, it is significant only for motion of microscopic object and negligible for that of macroscopic object. Then fourth one, it supports the existence of definite path or trajectories of electrons and other similar particles. Then adile B part ആയിരുന്നു, an electron is moving with a velocity 2.5 into 10⁶ meter second inverse if the uncertainty in its velocity is 0.1%. Calculate the uncertainty in its position. We have given Planck's constant h is equal to 6.626 into 10⁻�34 joule second. Then mass of electron is equal to 9.1 into 10⁻31 kilogram. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ പഠിക്കാറുള്ളത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമൈൻ ബോത്ത് പൊസിഷൻ ആൻഡ് മൊമെൻറ്റം എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ എക്സാക്റ്റ് പൊസിഷനും എക്സാക്റ്റ് മൊമെൻറ്റവും കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഇമ്പോസിബിൾ ആണ് എന്നുള്ളതാണ് നമ്മൾ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ ഡെഫിനിഷൻ തന്നെ പഠിക്കാറുള്ളത്. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണെന്ന് പറയുന്നത്. എക്സാക്റ്റ് പൊസിഷൻ ആൻഡ് എക്സാക്റ്റ് മൊമെൻറ്റം ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം ക്യാൻ ബി ഡിറ്റർമൈൻ സൈമിൾട്ടേനിയസ്ലി എന്നുള്ളത് തെറ്റാണ്. കനോട്ട് ബി ഡിറ്റർമൈൻ എന്നാണെങ്കിൽ അത് ശരിയാവുമായിരുന്നു. ദെൻ സെക്കൻഡും തേർഡും ശരിയാണ്, അല്ലേ? ഇറ്റ് ഈസ് എ കോൺസിക്വൻസ് ഓഫ് ഡ്യുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ, അത് ശരിയാണ്. അതുപോലെ ഇറ്റ് ഈസ് ദ സിഗ്നിഫിക്കൻറ്റ് ഓൺലി ഇൻ ദ മോഷൻ ഓഫ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ, ഇത് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിൻ്റെ കേസിൽ മാത്രമേ ശരിയാവുള്ളൂ. മാക്രോസ്കോപ്പിക്കിൻ്റെ പാർട്ടിക്കിളിൻ്റെ കേസിൽ, ഒബ്ജക്റ്റിൻ്റെ കേസിൽ ഇത് നടക്കില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്, അല്ലേ? അപ്പോൾ 2ഉം 3ഉം ശരിയാണ്, 1ഉം 4ഉം തെറ്റാണ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതിൻ്റെ ബി പാർട്ടായിട്ടുള്ളത് കാൽക്കുലേറ്റ് ദ അൺസർട്ടനിറ്റി ഇൻ ഇറ്റ്സ് പൊസിഷൻ എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലേ? പൊസിഷനിൽ അൺസർട്ടനിറ്റി കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇക്വേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. നമുക്കറിയാം പൊസിഷനിലെ ചേഞ്ച് ഡെൽറ്റ എക്സ് ഇൻറ്റു മൊമെൻറ്റത്തിലെ ചേഞ്ച് ഡെൽറ്റ പി, ദറ്റ് ഈസ് ഈക്വൽ ടു ഗ്രേറ്റർ ഓർ ഈക്വൽ ടു h/4π എന്നുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദറ്റ് ഈസ് ഡെൽറ്റ എക്സ് ഇൻറ്റു എം ഡെൽറ്റ ബി ഇസ് ഈക്വൽ ടു h/4π ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? ഇവിടെ നമുക്ക് പൊസിഷനാണ് കാണേണ്ടത്, ഡെൽറ്റ എക്സ് ആണ് കാണേണ്ടത്. സോ ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു h/4π എം ഡെൽറ്റ ബി എന്നുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, ഇതിലെല്ലാത്തിൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. നമുക്ക് എച്ച് തന്നിട്ടുണ്ട് 6.626 ഇൻറ്റു 10⁻⁻34 ആണ്. അതുപോലെ 4 ഇൻറ്റു പൈൻ്റെ വാല്യൂ നമുക്കറിയാം 3.14 ആണ്.
അതുപോലെ മാസ് ഓഫ് ഇലക്ട്രോൺ തന്നിട്ടുണ്ട് 9.1 × 10⁻³ ആണ്. പിന്നെ അതുപോലെ തന്നെ ഡെൽറ്റ വി അത് നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് ഇലക്ട്രോൺ ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി 2.5 × 10⁶ മീറ്റർ സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ വി എന്ന് പറഞ്ഞാൽ 2.5 × 10⁻³ ആയിരിക്കും. അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആൻസർ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2.3189 × 10⁻⁶ മീറ്റർ എന്നുള്ള ആൻസർ ലഭിക്കും. ഇനി അടുത്ത ഫോക്കസ് ഏരിയ ആയിട്ടുള്ള ക്വാണ്ടം നമ്പേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള 1-2 ചോദ്യങ്ങൾ നോക്കാം. ബാക്കിയുള്ളത് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. കാരണം ക്വാണ്ടം നമ്പേഴ്സുമായി ബന്ധപ്പെട്ട് സ്ഥിരമായി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ആ ഭാഗം എന്തായാലും നിർബന്ധമായും പഠിച്ചിരിക്കുക. 2019 മാർച്ചിലെ എക്സാമിൽ ചോദിച്ച ഒരു ചോദ്യമായിരുന്നു. 4 മാർക്കിന് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു. എക്സ്പ്ലെയിൻ ദ ക്വാണ്ടം നമ്പേഴ്സ്, ഗീവ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് ഇൻ പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ക്വാണ്ടം നമ്പേഴ്സിനെ കുറിച്ചിട്ട് വിശദീകരിക്കാനും പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് ക്വാണ്ടം സംഖ്യകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിക്കാനും പറഞ്ഞിട്ട് 4 മാർക്കിനുള്ള ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ഇത് ക്വാണ്ടം നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ 1 മാർക്കിനുള്ള ചോദ്യമായിട്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് നിർബന്ധമായും പഠിക്കണം. ഓരോരോ ക്വാണ്ടം നമ്പേഴ്സും നമുക്ക് എന്തിനെ കുറിച്ചിട്ടുള്ള ഐഡിയ ആണ് തരുന്നത് എന്നുള്ളത് കൃത്യമായി പഠിക്കാനുണ്ട്. സോ നമുക്ക് ആൻസർ പരിശോധിക്കാം. ക്വാണ്ടം നമ്പേഴ്സ് ആർ ദ അഡ്രസ് ഓഫ് ദ ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോണിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരം നൽകുന്നത് ക്വാണ്ടം നമ്പേഴ്സിലൂടെയാണ് അല്ലേ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ ദ സൈസ്, ഷേപ്പ്, സ്പിൻ ആൻഡ് ഓറിയൻറ്റേഷൻ ഓഫ് ആൻ ഇലക്ട്രോൺ. ഒരു ക്വാണ്ടം നമ്പേഴ്സ് ലഭിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും നമുക്ക് ഒരു ആറ്റത്തിൻ്റെ സൈസും അതിൻ്റെ ഷേപ്പും അതിൻ്റെ സ്പിന്ന് അതിൻ്റെ ഓറിയൻറ്റേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് കൃത്യമായി പറയാൻ കഴിയും. ഏതൊക്കെ ക്വാണ്ടം നമ്പേഴ്സാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്നുള്ളത് നോക്കാം. ക്വാണ്ടം നമ്പേഴ്സ് ആർ 4 ടൈപ്പ് ക്വാണ്ടം നമ്പേഴ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, ദറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ സ്മോൾ ലെറ്റർ n. That gives an idea about the size and energy of electron in an orbit. അപ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ പ്രധാനമായിട്ടും നമുക്ക് ഐഡിയ നൽകുന്നത് ഒരു ആറ്റത്തിൻ്റെ സൈസിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ എനർജി ലെവൽസിനെ കുറിച്ചിട്ടുമാണ്. അപ്പോൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കുക, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഗീവ് ആൻ ഐഡിയ അബൌട്ട് ദ സൈസ് ആൻഡ് എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ആൻ ഓർബിറ്റൽ. Principal quantum number gives an idea about size and energy of an electron in an orbital. The values can be 1, 2, 3, 4, 5, etc. നമുക്ക് ഓരോ എനർജി ലെവലുകൾ 1, 2, 3, 4, 1s 2s എന്നൊക്കെ പറയുമ്പോൾ അതിലുള്ള എനർജി ലെവലുകൾ 1, 2 അതാണ് നമ്മൾ ഈ ഒരു പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ പ്രധാനമായിട്ടും ഐഡിയ നൽകുന്നത് സൈസ് ആൻഡ് എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ. മറക്കരുത്, സൈസ് ആൻഡ് എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ. Then second one, azimuthal quantum number. Azimuthal quantum number can be written denoted by the small letter L. It gives the shape of the orbital. ഒരു ഓർബിറ്റലിൻ്റെ ഷേപ്പിനെ കുറിച്ചിട്ടുള്ള ഐഡിയ ആണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ നൽകുന്നത്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ സൈസ് ആയിരുന്നെങ്കിൽ അസിമുത്തൽ ക്വാണ്ടം നമ്പർ നൽകുന്നത് ഷേപ്പാണ്. ഓക്കെ, ഇറ്റ് ഓൾസോ കോൾഡ് ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ. ഇതിനെ നമ്മൾ മറ്റൊരു പേരിലും കൂടി വിളിക്കുന്നുണ്ട്, ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം നമ്പേഴ്സ് എന്നുള്ള പേരിലും വിളിക്കുന്നുണ്ട്. it can have the value from 0 to n-1. നമ്മുടെ n-ൻ്റെ വാല്യൂ എത്രയാണോ വരുന്നത് അതിൽ നിന്നും 1 കുറച്ചാൽ കിട്ടുന്ന വാല്യൂ 0 മുതൽ n-1 വരെയുള്ള വാല്യൂ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് നമുക്ക് ഇപ്പോൾ n-ൻ്റെ വാല്യൂ 4 ആണെങ്കിൽ നമുക്ക് l-ൻ്റെ വാല്യൂ 0 മുതൽ 3 വരെ ആവാം. 0, 1, 2, 3 എന്നുള്ള രീതിയിൽ l-ൻ്റെ വാല്യൂ വരാം. Then third one, magnetic quantum number. It can be denoted by the small letter m. It gives an orientation of an orbital in a space. It gives orientation of orbital in space. അപ്പോൾ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ നൽകുന്ന ഐഡിയ നൽകുന്നത് ഓറിയൻറ്റേഷൻ ഓഫ് ആൻ ഓർബിറ്റലാണ് കേട്ടോ. അപ്പോൾ ആ പോയിന്റ് ഓർത്തിരിക്കുക. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഗീവ്സ് ആൻ ഐഡിയ അബൌട്ട് ദ ഓറിയൻറ്റേഷൻ ഓഫ് ആൻ ഓർബിറ്റൽ. Then m can have the value from -L to +L. എമ്മിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ അസിമുത്തൽ ക്വാണ്ടം നമ്പർ എല്ലിൻ്റെ വാല്യൂ കണ്ടുവച്ചിട്ടുണ്ടാവും. അവിടെ
പ്ലസ് എൽ മുതൽ മൈനസ് എൽ വരെ അല്ലെങ്കിൽ മൈനസ് എൽ മുതൽ പ്ലസ് എൽ വരെയുള്ള വാല്യൂ ആണ് ഈ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിന് വരുന്നത്, ഇൻക്ലൂഡിങ് 0. നമുക്ക് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ കാണാൻ കഴിയും. ദർ ആർ 2l+1 പോസിബിൾ വാല്യൂ. അപ്പോൾ ടോട്ടൽ 2l+1 എല്ലിൻ്റെ വാല്യൂ എത്രയാണോ അതിൻ്റെ കൂടെ അതിൻ്റെ ഇരട്ടിയുടെ കൂടെ 1 കൂട്ടിയാൽ കിട്ടുന്ന അത്രയും വാല്യൂ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിന് വരാൻ സാധ്യതയുണ്ട്. Then fourth one, spin quantum number. Spin quantum number can be written denoted by the small letter s, and it gives the spin of orientation of electron. Spin orientation of electron. It gives an idea about the spin orientation of an electron. ആ point ആണ് അവിടെ ഓർത്തിരിക്കേണ്ടത്. So principal quantum number give an idea about the size of an electron. Azimuthal quantum number give an idea about the shape of an electron. Magnetic quantum number give an idea about the orientation of orbital. Then spin quantum number gives the spin orientation of an electron. It can be 2 value plus half or minus half. ഇതിനാകെ 2 വാല്യൂ വരുള്ളൂ. s equal to plus half അല്ലെങ്കിൽ s equal to minus half എന്ന് വരുള്ളൂ. Then ഇത് പോളിസ് എക്സ്ക്ലൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബന്ധം ചോദിച്ചിട്ടുണ്ട് അല്ലേ. സോ വാട്ട് ഈസ് എ പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ? No 2 electron in an atom can have a same set of all 4 quantum numbers. എല്ലാ ക്വാണ്ടം നമ്പേഴ്സും സെയിം ആയി വരുന്ന 2 ഇലക്ട്രോണുകൾ നമുക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല എന്നുള്ളതാണ് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. അതായത് ഓരോരോ ഇലക്ട്രോണും അതിൻ്റേതായിട്ടുള്ള ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ടാവും. ബാക്കിയുള്ള 3 എണ്ണം സെയിം ആയാലും സ്പിൻ ക്വാണ്ടം നമ്പറിൽ ചിലപ്പോൾ വ്യത്യാസം വരാം. s equal to plus half or s equal to minus half വരാം. Okay. So if 2 electrons have the same value of n, l and m, they should have a different value for s. That is s equal to plus half for first electron and s equal to minus half for second electron. So നമുക്ക് 1-2 കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ. 2017 സേ എക്സാമിൽ ചോദിച്ച മറ്റൊരു ചോദ്യമായിരുന്നു യൂസിങ് s, p, d നൊട്ടേഷൻ ഡിസ്ക്രൈബ് ദ ഓർബിറ്റൽസ് വിത്ത് ഫോളോയിങ് സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പർ. താഴെ തന്നിരിക്കുന്ന ക്വാണ്ടം നമ്പർ ഉപയോഗിച്ചുകൊണ്ട് SP-D നൊട്ടേഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള സബ്ഷെൽ ഏതാണെന്നുള്ളത് കണ്ടെത്താനും വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ എ പാർട്ട് തന്നിരിക്കുന്നത് n is equal to 4, l is equal to 1, b n is equal to 3, l is equal to 2. ഓക്കെ. ഇവിടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n is equal to 4 എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. n is equal to 4 എന്ന് പറഞ്ഞാൽ മെയിൻ എനർജി ലെവൽ 4 എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ 4s 4p 4d ആവാം. അത് ഏതാണെന്ന് തീരുമാനിക്കുന്നത് എല്ലിൻ്റെ വാല്യൂ നോക്കിയിട്ടാണ്. l is equal to 1 എന്നുള്ളതാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്കറിയാം l is equal to 0 to n-3 ആണ് അതിൻ്റെ വാല്യൂ വരിക. l is equal to 0 വരികയാണെങ്കിൽ അത് s സബ്ഷെല്ലായിരിക്കും. l is equal to 1 വരികയാണെങ്കിൽ അത് p സബ്ഷെല്ലായിരിക്കും. l is equal to 2 വരികയാണെങ്കിൽ അത് d സബ്ഷെല്ലായിരിക്കും. n is equal to 3 വരികയാണെങ്കിൽ അത് f സബ്ഷെല്ലായിരിക്കും. സോ ഇവിടെ നമുക്ക് n is equal to 4 തന്നിട്ടുണ്ട്, l is equal to 1 തന്നിട്ടുണ്ട്. l is equal to 1 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇവിടെയുള്ള സബ്ഷെല്ല് p ആണ്. സോ എൻ്റെ ആൻസർ 4p വരും. ദെൻ സെക്കൻഡ് വൺ n is equal to 3 ആൻഡ് l is equal to 2. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ n എന്ന് പറഞ്ഞാൽ മെയിൻ എനർജി ലെവലാണ് 3. ഓക്കെ. ദെൻ l is equal to 2 എന്നുള്ളതാണ് തന്നിരിക്കുന്നത്. l is equal to 2 എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള സബ്ഷെല്ല് വരിക d ആയിരിക്കും. സോ ദ ഷെൽ ഈസ് 3d. ഓക്കെ. സിമ്പിളായിട്ടുള്ള ഒറ്റ മാർക്കിനുള്ള ചോദ്യമായിട്ട് ചോദിക്കുന്ന ഭാഗമാണ്. 2015 മാർച്ചിലെ എക്സാമിൽ 4 മാർക്കിന് ചോദിച്ച മറ്റൊരു ചോദ്യമായിരുന്നു. അതിൽ എ പാർട്ട് representation of an orbital with quantum numbers n is equal to 3 and l is equal to 1 is dash. ഓപ്ഷൻ തന്നിരിക്കുന്നത് 3s 3d 3p 1s എന്നുള്ളതാണ്. then അതിൽ ബി പാർട്ട് which of the following set of quantum numbers are not possible? n is equal to 2, l is equal to 2, ml is equal to 0, ms equal to plus half. Then second one, n is equal to 1, l is equal to 0, m1 is equal to ml is equal to 0, ms is equal to plus half. Then third one, n is equal to 3, l is equal to 2, ml is equal to minus 3, ms equal to plus half. Then fourth one, n is equal to 2, l is equal to 1, ml is equal to 1, ms equal to plus half.
ദെൻ ലാസ്റ്റ് വൺ ജസ്റ്റിഫൈ യുവർ ആൻസർ. ഏതാണ് തെറ്റ് എന്നുള്ളത് കണ്ടെത്തുക, ഏതാണ് പോസിബിൾ അല്ലാത്തത് എന്ന് കണ്ടെത്തുക, എന്തുകൊണ്ട് അത് പോസിബിൾ അല്ല എന്നുള്ളതും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. സിമ്പിളാണ് ഇത്. കോണ്ടന്റ് നമ്പേഴ്സ് പഠിച്ചു കഴിഞ്ഞ ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ കഴിയുന്നതാണ്. നമുക്ക് ആൻസറിലേക്ക് പോവാം. ഫസ്റ്റ് വൺ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സംഭവമാണ്. n=3, l=1. n=3 വരുമ്പോൾ 3 വരും. അതുപോലെ l1 എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന ഓർബിറ്റിൽ p ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. സോ ആൻസർ ഈസ് 3p. വളരെ സിമ്പിളാണ്. ആൻസർ വരുന്നത് 3p ആണ്. ദെൻ സെക്കൻഡ് വൺ, n=2, l=2, m1=0, ms=+half. ഇവിടെ ഇത് പോസിബിൾ ആവില്ല. കാരണം എഴുതാൻ പറയുന്നുണ്ട്. പോസിബിൾ ആണോ അല്ല എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ കാരണം എഴുതാൻ പറയുന്നുണ്ട് അല്ലേ. ഇവിടെ കാരണം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ n=2 ആണെങ്കിൽ l=n-1 എന്നുള്ള വാല്യൂ വരാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ വരാൻ എന്നും എല്ലും സെയിം ആയിട്ടുള്ള ആൻസർ ഒരിക്കലും വരില്ല, ഒരേ കോണ്ടന്റ് നമ്പർ വരില്ല. സോ l can have the n value from 0 to n-1. Thus n=2, that is l can have the value from 0 and 1, hence l=2 is not possible. So l can have the n value from 0 to n-1. എല്ലിന് 0 മുതൽ n-1 വരെ വാല്യൂ ഉണ്ടാവുള്ളൂ. ദസ് ഫോർ n=2 നമുക്ക് തന്നിരിക്കുന്നത് n=2 എന്നുള്ളതാണ്. സോ എൽ ക്യാൻ ഹാവ് ദ വാല്യൂ ഫ്രം 0 to 1. എല്ലിന് അപ്പോൾ 0ഉം 1ഉം മാത്രമേ വാല്യൂ വരുള്ളൂ. ഹെൻസ് l=2 ഈസ് നോട്ട് പോസിബിൾ. അതുകൊണ്ട് തന്നെ l=2 എന്നുള്ളത് പോസിബിൾ അല്ല. അപ്പോൾ ഒന്നാമത്തത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ കഴിയും. ദെൻ സെക്കൻഡ് വൺ, n=1, l=0. അത് പോസിബിൾ ആണല്ലേ. കാരണം എന്നിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ എല്ലിന് n-1 വാല്യൂ വരാം. അപ്പോൾ 1-1 0 വരും. അപ്പോൾ l=0 എന്നുള്ളത് പോസിബിൾ ആണ്. അപ്പോൾ മാഗ്നറ്റിക് വാല്യൂ 0 to +l to -l വരെയാണ് വരിക. അപ്പോൾ ഇവിടെ 0 ആയതുകൊണ്ട് അത് പോസിബിൾ ആണ്. അതുപോലെ തന്നെ സ്പിൻ കോണ്ടന്റ് നമ്പേഴ്സിൻ്റെ വാല്യൂ +half -half വരുള്ളൂ. അപ്പോൾ ഇതിന് പ്രശ്നമില്ല. രണ്ടാമത്തത് ശരിയായിട്ടുള്ളത് അറേഞ്ച്മെൻറ്റാണ്. ദെൻ തേർഡ് വൺ, n=3, l=2, ml=-3, ms=+half. ഇതും പോസിബിൾ അല്ല. കാരണം n=3 എന്നുള്ള പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പറിന് l=2 എന്നുള്ള അസിമുത്തൽ കോണ്ടന്റ് നമ്പർ വരാം. കാരണം n-1=2 ആണ്. അപ്പോൾ 3-1=2 ആണ് വരുന്നത്. അപ്പോൾ ഇത് പോസിബിൾ ആണ്. പക്ഷേ മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പറിൻ്റെ വാല്യൂ -l2 +l വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് -2 മുതൽ -2 1 0 +1 +2 എന്നുള്ള വാല്യൂ മാത്രമേ വരുള്ളൂ. -3 ഒരിക്കലും അതിൽ വരില്ല. സോ ml can have the value 2l + 1. Value range from -l to +l including 0. So here for l=2, ml =-2, -1, -0, 1, 2 are possible. Hence ml -3 is not possible. So that is a incorrect answer. Then fourth one, n=2. n=2 ആകുമ്പോൾ l=1 പോസിബിൾ ആണ് അല്ലേ. അതുപോലെ ml=+1 അതും പോസിബിൾ ആണ്. ms=+half. അതിന് പിന്നെ ഒന്നെങ്കിൽ +half -half വരുള്ളൂ. അപ്പോൾ അത് പോസിബിൾ ആണെന്ന് ഉറപ്പാണ്. സോ നാലാമത്തതും ശരിയാണ്, രണ്ടാമത്തതും ശരിയാണ്, 1ഉം 3ഉം തെറ്റാണ്. ഓക്കെ, ഇതിൻ്റെ റീസണും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ ക്വസ്റ്റ്യൻ ആൻസറുകളൊക്കെ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഈ കോണ്ടന്റ് നമ്പേഴ്സിൻ്റെ ഭാഗം അതുപോലെ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത് രണ്ടും നിങ്ങൾ മറക്കാതെ പഠിക്കുക. അവസാന ഫോക്കസ് ഏരിയ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി ഓഫ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആൻഡ് ഹാഫ് ഫിൽഡ് സബ്ഷെൽ എന്ന ഭാഗത്തു നിന്നുള്ള ഒരു ചോദ്യം പരിശോധിക്കാം. മാർച്ച് 2017 ചോദിച്ച ഒരു ചോദ്യമായിരുന്നു. റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം Z=24. Then second one, find the number of electron in the subshell with the azimuthal quantum number l=2. Then third one, represent the orbital with the quantum numbers n=1 and l=0. Then അതിൽ ബി പാർട്ടായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. Give the mathematical representation of Heisenberg uncertainty principle and its one important
significance. ഓക്കെ, സ്പെഷ്യൽ സബ്സെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 2 സബ്സെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും പഠിക്കാനുണ്ടാകുക. ഇത് നിങ്ങൾ 10ാം ക്ലാസ്സിലും പഠിച്ചിട്ടുള്ളതാണ്, സിമ്പിളാണ്. ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ക്രോമിയത്തിൻ്റെതാണ്. ക്രോമിയം അറ്റോമിക് നമ്പർ 24 ആണ്. സോ ഇറ്റ് ഹാവ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s2, 3p6, 3d5 ആൻഡ് 4s1. ഇവിടെ 3d6 4s2 എന്നുള്ളതിന് പകരം 3d5 4s1 ആയിട്ട് മാറിയിട്ടുണ്ടാകും. ബിക്കോസ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആൻഡ് ഹാഫ് ഫിൽഡ് സബ്സെൽ ആർ മോസ്റ്റ് സ്റ്റേബിൾ ദാൻ അതേഴ്സ് അല്ലേ. കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള സബ്സെല്ലും ഹാഫ് ഫിൽഡ് സബ്സെല്ലും മറ്റുള്ളവയെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. സോ ഇറ്റ് ഹാവ് ദ സബ്സെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3d5 4s1. സോ ഇറ്റ് ക്യാൻ ബി സിംപ്ലി റിട്ടൺ ആസ് Cr24 is equal to ആർഗൺ അല്ലെ. തൊട്ട് മുമ്പുള്ള നോബിൾ ഗ്യാസ് ആർഗൺ ആണ് 18 വരെ വരുന്നത്. സോ ആർഗൺ ബ്രാക്കറ്റിലിടുക, അതിനുശേഷം 3d5 4s1 എഴുതുക. ഇത് കോപ്പറാണ് ചോദിച്ചിരുന്നതെങ്കിൽ ഇവിടെ 3d10 4s1 എന്നുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലേക്ക് മാറിയിട്ടുണ്ടാവും. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ദെൻ അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ദ സബ്സെൽ വിത്ത് അസിമുത്തൽ ക്വാണ്ടം നമ്പർ L is equal to 2. നമുക്ക് തന്നിരിക്കുന്ന അസിമുത്തൽ ക്വാണ്ടം നമ്പർ L is equal to 2 ആണ്. സോ നമുക്കറിയാം നമ്പർ ഓഫ് ഓർബിറ്റൽ പോസിബിൾ is equal to 2l plus 1 എന്നുള്ളത് കിട്ടും. സോ 2 × 2 + 1 that is equal to 5. ആകെ ടോട്ടൽ 5 ഓർബിറ്റൽ ഉണ്ടാവും. ഒരു ഓർബിറ്റലിൻ്റെ അകത്ത് 2 ഇലക്ട്രോണുകൾ ഉണ്ടാവും എന്ന് നമുക്കറിയാം. സോ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ is equal to 5 × 2 that is equal to 10. So the number of electron in the subcell azimuthal quantum number L is equal to 2 is equal to 10. Then third one അത് സിമ്പിൾ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ N is equal to 1 വരുമ്പോൾ ഫസ്റ്റ് സബ്സെൽ വരും. L is equal to 0 എന്നുള്ളത് എസിനെ സൂചിപ്പിക്കുന്നതാണ്. സോ സബ്സെൽ ഈസ് 1s. എന്നതിലുള്ള ബി പാർട്ടിൻ്റെ ആൻസർ നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടെത്തിയിട്ട് എഴുതുക. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അതിൻ്റെ ഇക്വേഷൻ. പിന്നെ അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.